ഇത് നമ്മുടെ മുക്കാട്ടുകര പള്ളിയാണ്. ഈ മുക്കാട്ടുകര എന്നുള്ള സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ പള്ളിയാണിത്. ഞങ്ങളുടെ മേമയുടെ വീട്ടിൽ പോകുമ്പോൾ ആ വഴി കൂടിയാണ് പോവുക. ഈ മുക്കാട്ടുകരകളിലൂടെയാണ് നമ്മൾ മണ്ണുത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇനി നമ്മൾ മേമയുടെ വീട്ടിൽ പോവും. അപ്പോൾ മേമയുടെ വീടിൻ്റെ തൊട്ടടുത്ത് മീൻസ് മണ്ണുത്തി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുറേ നഴ്സറി ഉള്ള സ്ഥലമാണ്. അപ്പോൾ മേമയുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു നഴ്സറി ഉണ്ട്. അവിടെ ഞങ്ങൾ കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കിനി വഴിയെ കാണാം. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വാടമല്ലിശ്ശേരിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് മണ്ണുത്തിയിലാണ്. ഇവിടുത്തെ ഒരു നഴ്സറിയിൽ നാഷണൽ റോസ് ഗാർഡൻ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം അതിനകത്ത് പോയിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ റോസാ പൂക്കളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റോസാ ചെടിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയിൽ ഒരെണ്ണം മാത്രം അവിടെ വെറൈറ്റി ആയിട്ട് നിൽക്കണം കണ്ട. ഇതിന് 275 റുപ്പീസാണ്. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് സെയിം നമ്മുടെ റോസാ ചെടികളാണ്. ബട്ട് ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പെറ്റൽസ് കുറച്ച് തിക്നെസ് കുറവും, പിന്നെ ആ പെറ്റൽസിൻ്റെ എണ്ണവും കുറവായിരിക്കും. പിന്നെ നമ്മുടെ ഈ റോസപ്പൂ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒക്കെ അത് നാശമായി പോയിട്ടുണ്ടാവാം. ബട്ട് അതിന് 250 റുപ്പീസാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് വിഷമിച്ചു. പിന്നെ ഇത് നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പേര് കാണാനില്ലേ, ഫൈസോണിയ. അപ്പോൾ ഇതിന് 500 റുപ്പീസാണ്. ഫൈസോണിയ 500. നല്ല മാച്ച് ഉണ്ട് റേറ്റ് കേൾക്കാൻ. ഇത് നല്ല ഗ്രീൻ, നല്ല ഒരു മീൻസ് നല്ല കളർഫുൾ, മീൻസ് കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഫ്ലവറാണ്. ഫ്ലവർ അല്ല, ലീഫാണ്. ഇത് നമ്മുടെ ബോഗൺവില്ല, നമ്മുടെ പേപ്പർ പൂ. ഇതിന് എത്രയാണ് റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അവിടെ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 360 300 എന്നാ. ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. കാരണം അതിൻ്റെ ലീവ്സ് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിന് 200 റുപ്പീസാണ് വരുന്നത്. അതൊരു പ്രത്യേക ഡെക്കറേറ്റീവായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റിയൊരു ചെടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതെ, ഈ കാണുന്ന ലീഫ് ചെടി മീൻസ് ഈ ഇലകൾ നമ്മുടെ വീടുകളിലൊക്കെ കാണാൻ പറ്റും. എൻ്റെ വീട്ടിലുണ്ട്, പിന്നെ അമ്മയുടെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ കുറേ വീടുകളിൽ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെയും കുറേ തരം ഇങ്ങനെ ഇലകൾ ചെടിയായിട്ട് നമ്മളിങ്ങനെ ഡെക്കറേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആകർഷണീയ ഭംഗിയൊക്കെ ആയിട്ട് വെക്കുന്ന കുറച്ച് ചെടികൾ ഇതുപോലെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ടൈപ്പാണിത്. പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് നമ്മുടെ തെച്ചി. അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. അപ്പോൾ ഈ നഴ്സറി അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു. അതിൻ്റെ ഒരു ഓവർ വ്യൂ ആണിത്. ഇവിടെ കുറേ ആളുകൾ വന്ന് ഈ ചെടികളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മളും മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴി കാണാം. ഓക്കെ, ഇതും ഇതുപോലൊരു ഭംഗിക്കായി വെക്കുന്നതാണ്. ഇതിലെന്താ ഐ ലവ് യു അവിടെ ബോൺസായി. ഇതിൻ്റെ പല വെറൈറ്റീസും ഇവിടെയുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി കാണാം. ഇതിന് വിൽക്കണ വില എത്രയാണെന്ന് അറിയൂ? 18,000. എത്രയാണോ? 18,000. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതും അതുപോലെ ഒരു ഡിഫറെൻറ്റ് കൈൻഡിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോൺസായി മരങ്ങൾ. പിന്നെ ഇത് അത് പാമ്പല്ല, അതിൻ്റെ ഷേപ്പാണ് കുട്ടി. ഇത് പേരക്കയാണോ? അതെ, ഇത് പേരക്കയാണ്. ഇല കണ്ടിട്ട് പേരക്കയുടെ പോലെ ഉണ്ട്. ഇവിടെയും അതുപോലെ അങ്ങനെ അറ്റം വരില്ല, കുറച്ച് ഭാഗം ഇങ്ങനെ ബോൺസായുണ്ട്. ഇത് പേരക്കയാണ്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനൊന്നും ഒരു ബോർഡ് വെച്ചിട്ടില്ല. ഇവിടെ അതുപോലത്തെ ഇതെന്താ പറയാ, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ. ബട്ട് അത് വണ്ടി ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് നാശമായി പോയി. അപ്പൊ ഇതിനിടയിൽ നമുക്കൊരു മാവിനെ കാണാം. ഇതെന്ത് മാവായിരിക്കും?
അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മുടെ റംബുട്ടാനാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഈ റംബുട്ടാൻ. ആ റംബുട്ടാൻ്റെ മരമാണിത്. ഓ മൈ ഗോഡ്, ഞാൻ നിങ്ങൾക്കൊരു വലിയൊരു സംഭവം കിട്ടില്ല. ഇതാണ് നമ്മുടെ സ്വന്തം അർബാന. ഐ ആം ഇൻ ദ ജംഗിൾ. കണ്ടാലും പറയൂ. ഇത് നമ്മുടെ മാത്രം നാരങ്ങ അല്ലമ്മേ. ഇവിടെ എന്തൊരു കാര്യം ഉണ്ടായിരിക്കും മതം നാരങ്ങ. വാ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ബോൺസായി. ഓ, എന്ത് ഉയരത്തിനുള്ള ബോൺസായി, എന്ത് ഉയരത്തിനുള്ള ബോൺസായി. പിന്നെന്താ, പിന്നെ നമുക്ക് ഇതാണ് വെറൈറ്റി തെങ്ങ്. ഇന്നവരെ കാണാത്ത തെങ്ങ്. അതുപോലെ നമ്മുടെ തെങ്ങ്. ഇത് നമ്മുടെ സപ്പോട്ട. ദിസ് ഈസ് അവർ സപ്പോട്ട. ഇതേമ ഒരു കായ ഉണ്ടായിട്ടുണ്ട്, കാണിച്ചല്ലോ. കമോൺ, കണ്ടോ? ഇതാണ് സപ്പോട്ട. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ നല്ല കളർ കോമ്പോലുള്ള കുറേ ചെടികൾ കാണാം. പിന്നെ ഇത് നമ്മുടെ നെല്ലിക്ക. ഇത് നമ്മുടെ ചെമ്പകം ഓറഞ്ച് കളർ. ഓക്കെ, ചെമ്പകം ഓറഞ്ച്. പിന്നെ അത് ഇതൊക്കെ നമ്മൾ കുറേ വീട്ടിലൊക്കെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ. ഓഹോ, ഗംഗ ബാണ്ടം അല്ലെ, ബാണ്ടം. 350 rupees. ഓക്കെ. ഓ അല്ല, വരശ്രീ ജാക്കിയുടെ കാട്ടുകാർ വരശ്രീ പോർന്നു. ഇനി ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് റെഡ്. പിന്നെ ഇവിടെ അങ്ങനെ എന്താ പറയാ, ഞാൻ പറഞ്ഞത്. പിന്നെ അതെ ഇവിടെ അങ്ങനെ ഇവിടെ അതുപോലെ തെങ്ങ്, കവുങ്ങ്, പിന്നെന്താ കുരുമുളക് എല്ലാം ഉണ്ട്. പൂക്കളും മംഗള അല്ല മാംഗോ എന്ന് പറഞ്ഞോ. പിന്നെ ഇത് ശ്രീലങ്കനാണ്, ശ്രീലങ്കൻ ജാതി. ഓക്കെ, നമ്മുടെ ജാതിക്കൊടി. ഈ ജാതിക്കത്തോട്ടം. ഇതും എന്താ പറയാ, സിന്ധുശ്രീ ജാതി. ഓക്കെ, ഇതാണ് ഫ്ലോറിഡ ബ്യൂട്ടി. ഇത് ഇൻഡോർ ചെടിയാണ്, മീൻസ് നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടിട്ടില്ലേ അത്. പിന്നെ അങ്ക്ലോണിമ അയ്യാ, ഇതൊക്കെ ഇൻഡോർ. ഇതെന്താ സാധനം എനിക്കറിയില്ല. എന്തോ ഇതാണ് സാൻസിവേരിയ. ഇതൊരു ഇൻഡോർ ചെടിയാണ്. അപ്പം നമുക്ക് വീടിനകത്ത് വെക്കാം. വാവ്, ഇതിന് 1000 rupees ഉള്ള ഏതോ ഒരു ചെടിയാണ്. പിന്നെ ആ പിന്നിൽ കണ്ടതാണ് നമ്മുടെ ആന്തൂറിയം. ഇതിൻ്റെ കുറച്ചുകൂടി ലൈറ്റ്, മീൻസ് ആ പെറ്റൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളത് എൻ്റെ വീട്ടിലുണ്ട്, സെയിം വൈറ്റ് കളർ തന്നെ. പിന്നെ അതിന് ഇതൊക്കെ നമ്മൾ ഇൻഡോർ, പിന്നെ ഇങ്ങനെ കുറച്ച് ഭംഗിക്കൊക്കെ ആയിട്ട് നമ്മൾ ലോക്ക്ഡൗൺ ആയ പിന്നെ കുറേ പേരുടെ വീട്ടിൽ ഇതുപോലത്തെ ചെടികൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ കണ്ട ചെടിക്ക് 700 rupees ആണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ഇടയിൽ കൂടെ പോയി നോക്കി. അപ്പോൾ ഇവിടെ ജാതിക്കയുടെ വേറെ ഒരെണ്ണം കണ്ടു. ഇതാണ് മഞ്ഞപ്പത്രി ജാതി.
ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്നോ ഈ ട്രീയുടെ പേരെന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഒരാളെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ കേൾക്കാം. नाम क्या है? ग्रेनाइट ग्रैप. അപ്പോൾ ആ ട്രീയുടെ പേര് കിട്ടില്ലേ, ഗ്രാനൈറ്റ് ഗ്രാപ്പ് എന്നാണ് പറഞ്ഞത്. ഇതൊരു സെമി ഷെയ്ഡിൽ വളർന്നതാന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ. ഇതിന് 100 രൂപയാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പീസ് ലില്ലി, സമാധാനത്തിൻ്റെ ലില്ലി. അതിനും 100 രൂപീസാണ്. പിന്നെ ദേ ഇവിടെയും ആന്തൂര്യത്തിൽ പെട്ട സംഭവമുണ്ട്. ഒരു റെഡ് ആണോ പീച്ചാണോ ആ ഒരു കളറിൽ പെട്ട ആന്തൂറിയം. പിന്നെ ഇവിടെയും ആ ആന്തൂര്യത്തിൽ പെട്ട സംഭവങ്ങളാണ്, പല പല ഷെയ്ഡ്സ്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമിയ കാൽക്കസ് എന്നാണ്, കാറ്റക്സ് ആ സംഭവമാണ് കാറ്റ്, അതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ജാമിയ കുലാക്കസ്. ജാമിയ കുലാക്കസ്. ഇതാണ് അഗ്ലോണിമ, 1000 രൂപീസ്. ഓക്കെ. പിന്നെ കേൾക്കാനുണ്ടോ, ഇവിടെ കുറേ ചെടികളുണ്ട് ഇതുപോലെ അല്ലടി. ഇതൊക്കെ എന്താ സെമി ഷെയ്ഡിൽ വളർന്നതാണ്, ഈ കുഞ്ഞിതായിട്ട് കാണുന്നത്. ഇതും പിന്നെ ആയിട്ടുള്ള അങ്ങനെ ബൊക്ക പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ആ ഒരു വൈറ്റ് നീല ആ ഒരു കളറിലുള്ളത്. ഇതൊക്കെ സെമി ഷെയ്ഡിൽ വളർന്നതാണ്. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഇതിൽ ഏതോ ഒരു ടൈപ്പ് നമ്മുടെ വീട്ടിലില്ലേ, ഇതെല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂസായി. അപ്പച്ചൻ വന്നപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതെ അങ്ങനെ പറയാം. ഇതിനൊക്കെ എത്ര റേറ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 രൂപീസ്. ഓക്കെ, ഓൺലി 150 രൂപീസ്. ഈ സംഭവം വളരണമെങ്കിൽ ഇതിന് കറക്റ്റായിട്ടുള്ള വെയിലും വേണം, അതുപോലെ എന്താ കറക്റ്റായിട്ടുള്ള വെള്ളം പാടുള്ളൂ. കൂടുതലായാലും പ്രശ്നം കുറവായാലും. ഇതിനൊക്കെ 1000 രൂപ വരുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ പേരെന്തമ്മ? ഇതാണ് ജറബറ. ഇതാണ് ജബോട്ടിക്കാബ എസ്കർലൈറ്റ്. എന്താ പ്രൊണൗൺസിയേഷൻ എനിക്ക് മനസ്സിലായില്ല. ഇതാണ് അതിൽ എഴുതിയത്. ഇതല്ല ജബോട്ടിക്കാബ ഫംഗ. ഈ ജബോട്ടിക്കാബ എന്തോ ഒരു സ്പീഷ്യസ് നെയിമാന്ന് തോന്നുന്നുണ്ട്. 600 രൂപീസ്. ഇത് നമ്മുടെ പേരക്ക. എന്താണ്? തായ് പിങ്ക് ഗുവാവ. ഇതിനിടയിൽ ഒരു കാർഡ് ഉണ്ട്, ഇത് വായിച്ചു. പിന്നെ നമ്മുടെ മാംഗോസ്റ്റീൻ. ഇത് മാംഗോസ്റ്റീൻ. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ചെമ്പരത്തി, ഹിബിസ്കസ് അല്ലെങ്കിൽ ഷൂ ഫ്ലവർ. പിന്നെ ഇതൊരു വൈറ്റ് ഫ്ലവർ, ഇതിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇവിടെ മാംഗോസ്റ്റീൻ. ഇതൊക്കെ ഞാൻ കുറേ ഇതല്ല, പിങ്ക് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ആ കാണുന്ന വയലറ്റ് ആ കളറിലുള്ളത് എന്താ പറയുക, ഞാനങ്ങനെ കുറേ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പേരിതാണ് ജാമു വൈറ്റ്. ഇതെന്താ തായ് ഓൾ സീസൺ മാംഗോ, മീൻസ് ഏത് സീസണിലും ഉണ്ടാകും. ഇത് നാം ഡോഗ് മാൽ. അത് അരിനെല്ലി, നമ്മുടെ അരിനെല്ലിയാണ്. പിന്നെ അത് എങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഗ്രൗണ്ട് ആർക്കിഡ്, സ്പാത്തി ഗ്ലോട്ടിസ് സയൻറ്റിഫിക് നെയിം ആയിരിക്കും. പിന്നെ അതെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിലെ ഇതെന്താ സംഭവം? ഇതെന്താണെന്നറിയില്ലേ? ചെമ്പരത്തിയാണെന്നറിയില്ലേ? അതറിയാന്നൊക്കെ. പിന്നെ അത് നമ്മുടെ ബട്ടർ ഫ്രൂട്ട്.
മിറാക്കിൾ ഫ്രൂട്ട്. പിന്നെ ഇതാണ് എന്താ ഡൈനല്ല വെർട്ടിക്കൽ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഷേപ്പിന് ഉദ്ദേശിച്ചായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഉണ്ടായിരിക്കുമോ? ഓ ഇതിൻ്റെ പേരെനിക്കറിയായിരുന്നു. ഡാലിയ. 50 ലീഫാണ്. അത് ഈ ഹൈ റേഞ്ചിൽ മാത്രം ഇത്ര കളർഫുൾ ആയിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പച്ച കളറാണ്. ചെറിയ 2 പൂളായിട്ട് ആദ്യം പറഞ്ഞെടുത്തു ഇതിൻ്റെ ഒരു ഇളപ്പൊട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പൊ മണ്ണുത്തി പോയപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വേറൊരു സ്ഥലത്തേക്കും പോയി. ആ സ്ഥലം വേഗം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.